KSRTC പറയുന്നതെന്ന് വെച്ചാൽ മേയർ വണ്ടി തടഞ്ഞ വിഷയം ഒന്നും പറഞ്ഞിട്ടില്ല. സംഭവം വണ്ടി ട്രിപ്പ് മുടങ്ങി, ഇങ്ങനെ പോലീസ് ഡ്രൈവറിനെ കൊണ്ടുപോയതിൻ്റെ പേരിൽ ട്രിപ്പ് മുടങ്ങിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിലാരാണ് വ്യക്തികളെന്നോ എന്തെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. KSRTCയിൽ വിവരാവകാശം വെച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ ഇത് കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തിക്കണമെന്നേ ഉള്ളൂ. നമസ്കാരം. കുറച്ച് നാളുകൾക്ക് മുൻപ് വാർത്തകൾ നിറഞ്ഞു നിന്ന ഒരു കാര്യമായിരുന്നു KSRTC ഡ്രൈവർ യദുവും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കം. എന്നാൽ ഇപ്പോൾ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ, സത്യം പറഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അതേപറ്റിയുള്ള കൂടുതൽ വാർത്തകളോ വിവരങ്ങളോ ഒന്നും തന്നെ നമ്മൾ പുറത്ത് കേൾക്കാറില്ല. നമുക്ക് KSRTC ഡ്രൈവർ യദു ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ജോലിക്ക് പോയോ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. ഒരുപാട് നാളുകളായി ഇപ്പം വാർത്തകളിലോട്ടൊക്കെ കണ്ടു തുടങ്ങിയിട്ട് ജോലിക്കൊക്കെ പോയി തുടങ്ങിയായിരുന്നു? ജോലിക്ക് പോയൊന്നും തുടങ്ങിയില്ല. ഇതൊരിക്കും വിളിച്ചില്ല. ഇതൊരിക്കൊന്നും ആയില്ല. കോടതി കേസ് കിടക്കുന്നതുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. അത് കേസെന്ന് വെച്ചാൽ അന്വേഷണം എൻ്റെ ഭാഗത്തുള്ള അന്വേഷണം ഇല്ല. പോലീസുകാർ അന്വേഷിക്കുന്നില്ല. മറ്റേ എതിർ സൈഡിലുള്ള മേയർ കേസ് മാത്രം അന്വേഷിക്കുന്നുണ്ട്. അതിനെതിരെ നമ്മളിപ്പോൾ കോടതിയിൽ അടുത്ത ഒരു കേസും കൂടെ ഇതും കൂടെ ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഇപ്പോൾ ജോലിയില്ല, ഇങ്ങനെ ബുദ്ധിമുട്ടിലാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവര് ആദ്യം വാക്കാൽ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇതുപോലെ കുറച്ച് നാളുകൾ മാറി നിൽക്കണം, അല്ലാതെ എഴുതിയോ അങ്ങനെയൊന്നും തന്നിട്ടില്ലല്ലോ ഇതുവരെ? ലെറ്ററോ അങ്ങനത്തെ ഒരു സംഭവമോ തന്നിട്ടില്ല. അങ്ങനത്തെ ഒരു പേപ്പറോ അങ്ങനെയൊന്നും തന്നിട്ടില്ല. പിന്നെ നമ്മൾ ബദലി എന്ന് പറയുന്നത്, അതായത് എംപാനൽ ജീവനക്കാരൻ എന്നുള്ള ഇതിൽ അവഗണിച്ച് നിർത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെയാണ്. എന്താ വെച്ചാൽ സ്ഥിരം ആൾക്കാർക്കൊക്കെയല്ലേ ഈ പേപ്പറും കാര്യങ്ങളും കൊടുക്കുകയുള്ളൂ. ഈ ബദലി ആകുമ്പോഴത്തേക്ക് അവർക്ക് എപ്പോൾ വേണോ പറഞ്ഞു വിടാന്നുള്ള ഒരു ഇതായിട്ടല്ലേ ഒപ്പിട്ട് കയറണം. നമ്മൾ അങ്ങനെ ഡെയിലി വേസ് 715 രൂപയ്ക്ക് കയറുകയാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ അതുമല്ലാതെ നമ്മുടെ സാറ് ഗണേഷ് കുമാർ സാറ് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സാറിന് എന്നെ അറിയാൻ തെറ്റുകാരനല്ലെന്നുള്ളത്. പക്ഷേ അതിൽ പരാതിയിൽ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കേസിൽ KSRTC പറയുന്നതെന്ന് വെച്ചാൽ മേയർ വണ്ടി തടഞ്ഞ വിഷയം ഒന്നും പറഞ്ഞിട്ടില്ല. സംഭവം വണ്ടി ട്രിപ്പ് മുടങ്ങി, ഇങ്ങനെ പോലീസ് ഡ്രൈവറിനെ കൊണ്ടുപോയതിൻ്റെ പേരിൽ ട്രിപ്പ് മുടങ്ങിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിലാരാണ് വ്യക്തികളെന്നോ എന്തെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. KSRTCയിൽ വിവരാവകാശം വെച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ ഇത് കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തിക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊരിക്കും വിളിയും വന്നിട്ടില്ല, ഒന്നും ഇല്ല. ഒരുപാട് ഭീഷണികളും മറ്റും വന്നിരുന്നു എന്ന് വാർത്തകളിൽ നിന്ന് കേട്ടിരുന്നു. അത് ആ വാർത്ത ഇവിടെ ഭയങ്കര ഇതിൽ ചൂടായിട്ട് നിന്ന സമയത്ത് ഭയങ്കര ഭീഷണിയും കാര്യങ്ങളും ആയിരുന്നു. ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആരും പുറമെ ഒന്നും പറയുന്നില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. ഈ അനക്കമില്ലാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത്. കുഞ്ഞിനും എനിക്കും എതിരായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നു. പിന്നെ ഇപ്പം വേറെ എന്തെങ്കിലും പണിക്ക് അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഇല്ല. അച്ഛൻ്റെ ഇതിന് ഇപ്പം ഞാൻ പോവാറിറങ്ങിയപ്പോഴാണ് നിങ്ങൾ വന്നത്. തയ്യൽ മെഷീൻ ഒരെണ്ണം കൊണ്ടുവന്ന് വെൽഡ് ചെയ്യാൻ കൊണ്ടുകൊടുത്ത് അതൊന്ന് ശരിയാക്കി കൊണ്ടുകൊടുത്തിട്ടാണ് പൈസ കിട്ടാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാറിറങ്ങിയപ്പോഴാണ് വന്നത്. അന്ന് ചോദ്യം ചെയ്യലൊക്കെ നടന്ന സമയത്ത് ഒരു വൈരാഗ്യ ബുദ്ധിയോടെയാണ് കുറെ ചോദ്യങ്ങളൊക്കെ താങ്കളോട് ചോദിച്ചതെന്ന് കേട്ടിരുന്നു. അതേപറ്റി എന്താണ് പറയുന്നത്? വൈരാഗ്യം എന്ന് വെച്ചാൽ അവര് ഇതിപ്പോ മേയറാണെന്നുള്ള നിർഭാഗ്യം കൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. സംഭവം തിരുവനന്തപുരം സ്വദേശിയാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്താന്ന് വെച്ചാൽ ആളെ അത് നേരത്തെ നമ്മുടെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടില്ലേ ഉള്ളൂ, നേരിട്ട് കാണുന്ന ആദ്യമായിട്ടില്ലേ. അപ്പൊ പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ ആ വണ്ടി ഓടിച്ച് ഇത്രയും ക്ഷീണത്തിൽ നമ്മൾ ഇത്രയും ദൂരം വരുന്നതല്ലേ, എങ്ങനെയെങ്കിലും ഡിപ്പോയിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് വീട്ടിൽ പോകാന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. പക്ഷെ അന്നത്തെ ദിവസം മൊത്തം 10 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 10 മണി വരെ, രാത്രി 10 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 10 മണി വരെ അവിടെ പിടിച്ച് ഇരുത്തിയിരിക്കുകയാണ് ഇത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വൈരാഗ്യം. അങ്ങനെയൊക്കെയാണ് അവർ കാണിച്ചതും. ഇപ്പൊ ജോലി തരാതെ ഇരിക്കുന്നത് തന്നെ വൈരാഗ്യം തന്നെയാണ്. എന്നുവെച്ചാൽ യവനെ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് പിന്മാറേ, ജോലിയും പൈസയും ഇല്ലാതെ, സാമ്പത്തികം ഇല്ലാതെ എങ്ങനെ കേസ് കിടത്തും? വക്കീലാണെങ്കിൽ പൈസ ഇല്ലാതെ കേസ് വാദിക്കുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമുക്കൊരു സാമ്പത്തികം ഇല്ലാത്ത ഒരാൾക്കും ഇവരെ എതിർക്കാൻ പറ്റൂല. അതായത് നല്ലൊരു ഇതല്ലേ ഇപ്പം നിൽക്കുന്ന നമ്മുടെ ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെ അല്ലേ ഈ മേയറും. അപ്പം അതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അല്ലെങ്കിൽ ഇവർ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് കേസ് അന്വേഷണം സ്മൂത്തായിട്ട് പോകുമായിരുന്നു. പക്ഷെ ഇവരിപ്പോൾ ജോലിക്ക് പോകുന്നതുകൊണ്ട്, തെറ്റിയൊരു ജോലിക്ക് പോകുന്നു, ഈ യാതൊരു ഇതും ഇല്ലാത്ത എന്നെ പിടിച്ച് പൂട്ടിയിട്ടൊക്കെയാണ്.
അവരെല്ലാരും ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് VD സതീശൻ സാറിനെ കാണാൻ പോയി. അപ്പോഴും സംഭവം അവിടെ സച്ചിൻ ദേവിനെ കണ്ട്. ഇത് നിയമസഭയുടെ ഇത് ആയിരുന്നുകൊണ്ട് കണ്ടു. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ ഒരു തെറ്റും ചെയ്യാതെ തെറ്റ് തെളിഞ്ഞു കഴിഞ്ഞാലല്ലേ കുറ്റവാളിയാവുള്ളൂ. തെറ്റ് തെളിയുന്നവരെ എനിക്ക് ജോലി ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇവർ ഉണ്ടാക്കി തരുന്നില്ല. അത് എന്തുകൊണ്ടെന്നാണ് കോടതിക്ക് പറഞ്ഞുകൂടാ. കോടതി ഇനി ചോദ്യം വരും. എന്തായാലും നിലവിൽ അങ്ങോട്ട് പോകുമ്പോൾ ചോദ്യങ്ങൾ വരും. ഈ അന്വേഷിക്കാത്ത പോലീസ് ഓഫീസർമാരുടെ പേരിൽ നടപടി ഉണ്ടാവാനാണ് സാധ്യത. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഇപ്പൊ വക്കീലുമായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് വക്കീൽ പറയുന്നു ഓരോന്നിനും ഓരോ ഫയലായിട്ട് ചെയ്യാന്ന് പറയുന്നു. പിന്നെ വേറെ ഏതൊക്കെ ചാനലിൽ മോശമായിട്ടൊക്കെ പറഞ്ഞവരെ പേരിൽ കേസെടുക്കാൻ വേണ്ടിയിട്ട് അതും കൊടുക്കാന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് ഇപ്പൊ നമുക്ക് ജോലിയാണ് അത്യാവശ്യം. മറ്റേ പറയുന്നവർ ഇത് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അതിപ്പോ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഒരു പാർട്ടിയെ വിശ്വസിക്കുന്ന ആൾക്കാരാകുമ്പോൾ അവർ പറയും. ഇപ്പം ആനയെ ഉറുമ്പം കണ്ടു കഴിഞ്ഞിട്ട് ആനയെ പറയുന്ന ഉറുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ഉറുമ്പെന്ന് പറയും. നമ്മൾ മാറ്റി പറയുന്ന ഒരു ആളായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രതികരിക്കേണ്ടി വന്നത്. തെറ്റ് കണ്ടിട്ട് തെറ്റ് ചെയ്തിട്ട് അവർ ന്യായീകരിക്കുകയും അതിനനുസരിച്ച് ഞാൻ പണ്ട് 2017 അങ്ങനെ നടന്നവനാണ്, മോശപ്പെട്ടവനാണ്. അതായത് ഞാൻ പെണ്ണ് പിടിക്കലും ഞാൻ മോശപ്പെട്ട അത് തന്നെ. പെണ്ണ് പിടിക്കലെന്ന് പറയുമ്പോൾ ഒരുപാട് പെണ്ണുങ്ങളായാലും ചിന്തിക്കും അങ്ങനത്തവനാണെന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെ ഒരു കേസ് കേട്ട് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇല്ല. അന്ന് ഒരു പാർട്ടിയിലെ നേരെ അപ്പുറം കാണുന്ന ഇതിന്റെ നേരെ ക്രോസ് ചെയ്ത് ആ വീടിന് അപ്പുറത്തുള്ള ചേച്ചിയാണ് ഈ കേസിൽ അവർ കൊണ്ടുവന്ന് കേസ് കൊടുത്തതും. അത് അടിക്കേസിൽ അവർ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. അപ്പൊ അടി കേസ് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഇവരെൻ്റെ പേരിൽ കേസാക്കി. അവസാനം അത് കോംപ്രമൈസ് ചെയ്ത് മറ്റേ കേസ് ഒഴിവാക്കി വിട്ടു. അതുകൊണ്ട് കോംപ്രമൈസിൽ പോയി. അതാണ് സിസ്റ്റം. അത് അറിഞ്ഞുകൂടാതെ കുറെ ആൾക്കാർ പറയും പണ്ട് തൊട്ടേ അങ്ങനെ തന്നെ. എന്താണെന്ന് വെച്ചാൽ 8 വർഷമായിട്ട് പ്രൈവറ്റ് ബസ് ഓടിയിട്ട് പ്രൈവറ്റ് ബസ്സിൽ ഒറ്റ ആളുകളെത്ത് ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ ചർച്ച ചെയ്തതും ആളുകളായിട്ട് പേഴ്സണലി ഓൺലൈൻ മാധ്യമക്കാർ പോയി തിരക്കിയതുമാണ്. ഈ ഏരിയയിലുള്ളവരടുത്ത് തിരക്കി, ബസ്സിൽ സ്ഥിരം യാത്ര ചെയ്യുന്നവരടുത്ത് തിരക്കി, പ്രൈവറ്റ് ബസ്സിൽ സിറ്റിയിലും ഒക്കെ തിരക്കി. അങ്ങനെ ഒരു പെണ്ണ് വിഷയമോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞ യദു എന്ന് പറഞ്ഞ വ്യക്തിയെ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ വരേണ്ടതാണ്. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് തന്നെ മനസ്സിലാക്കുക. നമ്മൾ മനഃപൂർവ്വമായിട്ട് ഒരാളെ ഇപ്പൊ സുരേഷ് ഗോപി സാറായാലും ഇപ്പൊ പെണ്ണുങ്ങളെ കാണുമ്പോഴും മീഡിയത്തിന് കാണും ഇങ്ങനെയല്ലേ കൈ വെച്ചിരിക്കുന്നത്, താത്തി പിടിക്കുന്നില്ല. എന്നത് താത്തി പിടിച്ച് കഴിഞ്ഞാൽ ഓരോരോ കാര്യങ്ങളാണ് ഇവർ ചെയ്യാത്ത കുറ്റത്തിനാണ് കേൾക്കുന്നത്. ഇടയ്ക്ക് ഞാൻ പോയി സുരേഷ് ഗോപി സാറിന്റെ വീട്ടിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ശാസ്ത്രമംഗലത്ത് പോയപ്പോൾ സാറില്ലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഒരു പയ്യനെ കണ്ട്, ഡ്രൈവറായിരുന്നു. പണ്ട് പ്രൈവറ്റ് ബസ് ഓടി സാറിന്റെ ഡ്രൈവറും കൂടെയാണ്. ഒന്ന് പറഞ്ഞേക്കണം, ഒന്നും ചെയ്യാനില്ലെങ്കിൽ പോലും ഒരു സപ്പോർട്ടിന് വേണമെന്ന് പറയാൻ ഞാൻ പറഞ്ഞു. അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണമെന്ന് സപ്പോർട്ട്. ഇപ്പൊ നമ്മളൊരു പാർട്ടി അനുഭാവിയായിരുന്നെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാരെങ്കിലും കൂടെ കാണുമല്ലോ. ഇതിപ്പോ എല്ലാ പാർട്ടിക്കാരെല്ലാം മെയിൻ ആൾക്കാർ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ആരും ഒന്നും മിണ്ടുന്നില്ല. എല്ലാരും പറയും ശരിയാക്കാം, പറയാം എന്നൊക്കെ പറയും. നമ്മളിപ്പോ ഒരു പാർട്ടിക്കാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നമ്മളെ പാർട്ടിയല്ലല്ലോ എന്ന്. പിന്നെ നമ്മളൊരു പാർട്ടിയിലുണ്ടെങ്കിൽ അവർ ഏറ്റെടുത്ത് ചെയ്തേനെ. പക്ഷെ നമ്മളൊരു പാർട്ടിയിലും ഇല്ലാത്തതുകൊണ്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തള്ളയാണ്. അതാണ് സംഭവം. ഇപ്പൊ നമുക്ക് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലായി, അധികാരമുള്ളവർക്ക് എന്തും ചെയ്യാം. പക്ഷെ സാധാരണക്കാരന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവൻ പെണ്ണുപിടിയനാണ്. ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയുന്നത് മഹാപുട്ടത്തനമാണ്. ഞാന് ഇത് ആകാശത്ത് നിന്ന് വിടുന്ന മുളച്ചൊന്നുമല്ല. എന്നെയും ഒരു അമ്മ പ്രസവിച്ചാണ്. ചേച്ചിമാരും സഹോദരിമാരും ചേട്ടന്റെ ഭാര്യമാർ, ഇവിടെ 2 ചേട്ടന്മാരുണ്ട്. എനിക്ക് 2 ചേട്ടന്മാരും വൈഫുണ്ട്, ചേച്ചിമാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവര് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത ഒരു മോഡൽ ടൈപ്പാണെന്നുള്ള ഇതില്. പിന്നെ അധികാരം കൊണ്ട് എന്തും ആവാം. എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ശബ്ദിച്ചതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നാളെ ഒരു കാലത്ത് എന്നെ പോലെ പാവപ്പെട്ട ഒരുത്തനും ഇങ്ങനെ വരരുത്. അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ശബ്ദിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. ഇനി അങ്ങനെ തന്നെയാണ്. ഇതിന് ഒരു നിയമ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മള് എന്ത് പറഞ്ഞാലും നമ്മളെ വിശ്വസിക്കുകയും നമ്മളെ ഇപ്പൊ പാർട്ടിക്കാര് അവരെ സപ്പോർട്ട് ചെയ്യും. എന്ത് തോന്നിയതും കാണിച്ചാലും സപ്പോർട്ട് ചെയ്യും. ഇടയ്ക്ക് ഒരു ചാനലില് വാർത്ത വന്നല്ലോ, ഒരു
ബോസ്കോ കേസിലെ ഒരാളോ എന്തോ ഒരു പീഡന കേസിലെ ഒരാള് തിരിച്ച് പാർട്ടി എടുത്തു എന്നാണ്. അതാണ് പറഞ്ഞത്. എന്ത് ചെയ്താലും തോന്നിയാസം കാണിച്ചവരെ തിരിച്ചെടുക്കുകയും തിരിച്ചു പറയുകയും അതൊക്കെ ചെയ്യും. അതാണ് ഇപ്പൊ ഞാൻ ആ പാർട്ടിയിൽ ഇപ്പോഴും പണ്ട് SFIയിലായിരുന്നു. SFI അതായത് ഇത് പഠിക്കുന്ന കാലത്ത് കോളേജ് ജീവിതം ഇത് ITIയിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോഴും ഉൾക്കൊണ്ട് ആ പാർട്ടിയെ ഇപ്പോഴും ഞാൻ ഇത് പറയാതെ ഒന്നും എടുക്കാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതാരും അറിയില്ലായിരുന്നു, പുറം ലോകം അറിയില്ലായിരുന്നു. പക്ഷെ ഹതഭാഗ്യം എന്ന് പറയട്ടെ, ഞാൻ ഒരു പാർട്ടിയിൽ ഇപ്പോൾ പൊതുവേ നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ജോലി ചെയ്തില്ലെങ്കിൽ ഇപ്പം ഞാൻ ഇത്രയും ദിവസമായിട്ട് ഏകദേശം 2 മാസമായി ഞാൻ വീട്ടിലിരിക്കുകയാണ്. ആരും ഒരു പാർട്ടിക്കാരും കണ്ടില്ല. ആദ്യം എല്ലാവരും അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു ചട്ടുകമായിട്ട് കണക്കാക്കി മീഡിയാസ് ആയാലും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ കുറേ മീഡിയാസ് കാരണമാണ് ഇത്രയും വന്നത്, അല്ലാതെ ഇത്രയും വരില്ലായിരുന്നു. മീഡിയാസിനെ ഇങ്ങനെ താത്തി പറയണമല്ല, പക്ഷെ ഇതാണ് അവസ്ഥ. നമ്മുടെ കേസ് ഇപ്പം വേറെ കേസുകളൊക്കെ വരുമ്പോൾ അത് പൊതുവെ അങ്ങനെയാണല്ലോ. ഇനിയിപ്പോൾ നടക്കുന്ന കേസായാലും കുവൈറ്റിൽ കുറച്ച് ആൾക്കാർ മരിച്ചില്ലേ, അപ്പോൾ ആ ആൾക്കാരെ ഈ കേസ് കഴിയുമ്പോൾ അടുത്ത് കിട്ടുമ്പോൾ അവർ അതിൻ്റെ വേഗം പോകും. ഈ മരിച്ചവരെ ഇല്ലാതായതല്ലേ അവരവരുടെ കുടുംബത്തിന്. അപ്പം നമ്മൾ മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യും. അല്ലാതെ പിന്നെ ഇതേപോലെ മനുഷ്യനും അല്ലാത്ത വ്യക്തികൾ അങ്ങനെയാണ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും ദിവസം ജോലി ചെയ്യുന്നു, ഭരണ പാർട്ടി ആയാലും അല്ല പ്രതിപക്ഷമായാലും അല്ലാതെ വേറെ പാർട്ടിക്കാരായാലും ആരും ചിന്തിക്കില്ലല്ലോ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള. അതാണ് നല്ല കുറച്ച് മനുഷ്യർ വിളിച്ച് തിരക്കുന്നുണ്ട്, എന്ത് ഉണ്ടോ, ജീവനോടെ ഉണ്ടോ എന്നുള്ള തിരക്കുന്നുണ്ട്, അല്ലാതെ വേറെ. KSRTC യദുവിന്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അധികാരമുള്ളവർക്ക് എന്തും ചെയ്യാം, ആ ഒരു നിലയിലേക്ക് നമ്മുടെ കൊച്ചു കേരളം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിന്റെ നിയമ നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ നടക്കുമെന്നും തിരിച്ച് അദ്ദേഹത്തിന് ജോലിയിലേക്ക് കയറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ ശ്രീജിത്തിനോടൊപ്പം അതുല്യരാജ്, തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.